വടകരയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പലിന് മുന്നും വിജയം. തലശ്ശേരിയിൽ ഒഴികെ മറ്റ് 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഷാഫിക്കായി. വർഗീയ പ്രചാരണങ്ങൾക്ക് മേലുള്ള മതേതരത്വത്തിന്റെ വിജയമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ 5,52,490 വോട്ടുകൾ പെട്ടിയിലാക്കിയപ്പോൾ KK ശൈലജ നേടിയത് 4,37,333 വോട്ടുകൾ മാത്രം. വോട്ടെണ്ണം വർദ്ധിപ്പിച്ചെങ്കിലും പ്രബുൽ കൃഷ്ണന് 1,10,701 വോട്ടിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. വർഗീയ പ്രചാരണത്തിനേറ്റ തിരിച്ചടിയാണ് വടകരയിലെ വിജയമെന്നും കാഫിർ പ്രയോഗം LDFന് തിരിച്ചടിയായെന്നും ഷാഫി പറമ്പലിന്റെ പ്രതികരണം. വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത്. UDFന്റെ ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന്റെ മേലെയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആ കാഫിർ പ്രയോഗത്തിന്റെ പേരിലുള്ള ആ വർഗീയ പട്ടം അത് വടകര അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെ രാഷ്ട്രീയമായി വടകര കടലിൽ താഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. തലശ്ശേരിയിൽ KK ശൈലജ 62,079 വോട്ടുകൾ നേടിയപ്പോൾ ഷാഫി നേടിയത് 53,449 വോട്ടുകൾ. 9,000 വോട്ടിന്റെ ലീഡ് ശൈലജ ടീച്ചറിന് ലഭിച്ചു. എന്നാൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഷാഫി ലീഡ് നിലനിർത്തി. കൂത്തുപറമ്പിൽ പോലും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ ലഭിച്ചു. ലീഗിന് നിർണായക സ്വാധീനമുള്ള നാദാപുരത്ത് 23,000-ലധികം ഭൂരിപക്ഷമുണ്ട്. കൊയിലാണ്ടിയിലാണ് ഷാഫിയുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, 24,063 വോട്ടുകൾ. UDF തരംഗത്തിനൊപ്പം ഷാഫി പറമ്പിൽ ഇഫക്റ്റ് കൂടി ആയതോടെ വടകരയിലെ രാഷ്ട്രീയ വെല്ലുവിളികളെ മറികടക്കാൻ KK ശൈലജക്കായില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.